ഹലോ ഓൾ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് വരും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോസ വഴിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ JEE മെയിനും JEE അഡ്വാൻസ്ഡ് ഒക്കെ എഴുതിയ ആളുകൾക്ക് NIT, IIT അതുപോലെ IIITകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ JEE മെയിൻ എക്സാം എഴുതി നല്ലൊരു റിസൾട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ജോസയുടെ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള NITകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷ കുറവാണെന്നുണ്ടെങ്കിൽ JEE മെയിൻസ് വഴി നമ്മുടെ ജോസ വഴി അല്ലാതെ അഡ്മിഷൻസ് കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JEE മെയിൻസ് എഴുതി 95, 96, 97% ഒക്കെ കിട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അവർക്കൊക്കെ മേ ബി അവരാഗ്രഹിക്കുന്ന ഒരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കോളേജിലേക്കോ കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് JAC ഡൽഹി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് JAC ഡൽഹി, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എത്ര സീറ്റുകളാണ് ഇതുവഴി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോയിൻറ്റ് അഡ്മിഷൻ കൗൺസിൽ ഓഫ് ഡൽഹി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിൽ JEE മെയിൻ്റെ റിസൾട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ JAC എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, അതായത് നമ്മുടെ BTech പ്രോഗ്രാമുകൾ തന്നെ വിവിധ ബ്രാഞ്ചുകളിലുള്ള BTech പ്രോഗ്രാമുകളിലേക്ക് പ്രീമിയർ ആയിട്ടുള്ള ഡൽഹി ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് JAC എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ പോലെയുള്ള എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഡൽഹി ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനാണ് ഇതുവഴി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി റീജിയണിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ്, ഡൽഹി റീജിയണിൽ +1, +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് 85% സീറ്റുകളും റിസർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള ഏരിയയിലുള്ള കുട്ടികൾക്ക് ബാക്കി 15% സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ 15% എന്ന് പറയുമ്പം തീരെ കുറവല്ല, അത്യാവശ്യം നല്ലൊരു നമ്പർ ഓഫ് സീറ്റ് ഇതിൽ അവൈലബിൾ ആണ്. ഈ 5 കോളേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൽ 5ഉം തന്നെ പലതും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. നമുക്ക് NIRF റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഹൈ പൊസിഷനിൽ തന്നെയാണ് ഇതിലെ പല കോളേജുകളും ഉള്ളത്. ഒന്ന് NSUT ആണ്, നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. അതുപോലെ DTU നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. IGDTUW ഉണ്ട്, അതുപോലെ DSEW. ഓരോന്നിൻ്റെയും പേരുകളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയാം. ആൻഡ് ഫൈനലി IIIT ഡൽഹി, ഇത് ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയാം. ഈ 5 സ്ഥാപനങ്ങളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ 5ഉം വളരെ തന്നെ ടെക്നിക്കലി വളരെ ഫേമസ് ആണ്. DTU ഒക്കെ പല NITകളിലേക്കാൾ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, DTUയുടെ NIRF റാങ്കിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ടോപ്പ് 5 or 6 NITs കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് എന്ത്, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയാണ്. ഇതും ഡൽഹി തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എക്സെട്ര, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ കോഴ്സസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, IT റിലേറ്റഡ് ആയിട്ടുള്ള BTech കോഴ്സുകളുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്. ഇത്രയും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് മുഴുവൻ ആര് ഓഫർ ചെയ്യുന്നുണ്ട്, നമ്മുടെ നേതാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ അടുത്തത് DTU ആണ്, അടുത്ത പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നമുക്കറിയാം, നമുക്ക് പരിചയമുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സിവിൽ, കെമിക്കൽ, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, മെക്കാനിക്കൽ എല്ലാ കോർ ബ്രാഞ്ചസും അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, IT, ബയോടെക്നോളജി ഇന്ന് തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ്, ഫിസിക്സ് അടക്കം DTUയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഇന്ദിരാഗാന്ധി ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ വുമൺ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോളേജാണ്. പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിലും നേരത്തെ നമ്മൾ കണ്ട് പരിചയമുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നതിൽ BTech കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഡ്യുവൽ ഡിഗ്രി 6 വർഷത്തെ BTech ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ എവിടെ അവൈലബിൾ ആണ്, ഈ കോളേജിൽ അവൈലബിൾ ആണ്. മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് പ്ലസ് MBA കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഇതിൽ അവൈലബിൾ ആണ്. അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. IIIT എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ളൊരു കോളേജാണ് ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അവിടെയും കമ്പ്യൂട്ടർ സയൻസും മറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് BTech പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്.
ഡൽഹി സ്കിൽ ആൻഡ് ഓൺട്രപ്രന്യൂർഷിപ്പ് യൂണിവേഴ്സിറ്റിയാണ് DSEW. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇതിലെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസും ഓരോന്നിലും എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ബ്രോഷറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ സീനിയർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ നമ്മുടെ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ICSE ISCSE സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ അതുണ്ട്. എനി അതർ എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഈക്വലൻ ടു +2 ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് മിനിമം മാർക്ക് BTech ബൈ NSUT DTU അതുപോലെ തന്നെ IGDTUW DSEU ആൻഡ് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഗ്രിഗേറ്റ് ഓഫ് 60% ഓർ മോർ മാർക്ക് PCML വേണം. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ 60% എങ്കിലും നിങ്ങളുടെ +2ൻ്റെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് പാസ് ചെയ്തിട്ടുണ്ടാവണം. +2 ഇംഗ്ലീഷ് എന്തായാലും പാസ് ആവണം എന്നുള്ളതാണ് അടുത്തൊരു മിനിമം ക്രൈറ്റീരിയ. JEE മെയിൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. പേപ്പർ 1 ഓക്കെ. JEE മെയിൻ എന്തായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. പേപ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് BTechൻ്റെ പേപ്പറാണ്. പേപ്പർ 2 ആർക്കിടെക്ചറിൻ്റെ പേപ്പറാണ്. അപ്പോൾ പേപ്പർ 1 നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതിനൊരു കൃത്യമായിട്ട് റാങ്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി BTech പ്രോഗ്രാംസ് അറ്റ് IIIT ഡൽഹിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് ഓഫ് ബെസ്റ്റ് 5 സബ്ജക്ട്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ആണ് അവിടുത്തെ +2 മാർക്കിൻ്റെ ക്രൈറ്റീരിയ. സബ്ജക്ട് ഇൻക്ലൂഡ് PCM, അതുപോലെ മാത്തമാറ്റിക്സിൽ മിനിമം 70% മാർക്ക് വേണം. JEE മെയിൻ റാങ്ക് ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. അപ്പോൾ ഏതെങ്കിലും റാങ്ക് ഉണ്ടെന്ന് വിചാരിച്ച് അഡ്മിഷൻ കിട്ടില്ല കേട്ടോ. ഇതുമെല്ലാം നല്ല സ്ഥാപനങ്ങളാണ്, പ്രീമിയർ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത്യാവശ്യം നല്ല പെർസെൻറ്റേജിലും റാങ്ക് ഉള്ളവർക്ക് തന്നെയാണ് അഡ്മിഷൻ കിട്ടുക. ഓക്കെ. ഇനി BR പ്രോഗ്രാമുകളുടെ ക്രൈറ്റീരിയയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അവിടെ പേപ്പർ 2 റാങ്ക് ഉണ്ടായിരിക്കണം, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ആർക്കിടെക്ചറിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സീറ്റിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DTUവിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് 2515 സീറ്റുകളുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഓരോ വർഷവും 2500-ൽ കൂടുതൽ കുട്ടികൾ അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. വളരെ വലിയ സ്ഥാപനമാണ്. NSUTയിൽ 2197 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1092 ഉണ്ട്. IIIT ഡൽഹിയിൽ 523, ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. DSEWയിലും എന്താണ് 1040 സീറ്റ്സ് അവൈലബിൾ ആണ്. ടോട്ടൽ 7367 സീറ്റുകൾ ഈ 5 സ്ഥാപനങ്ങളിലൂടെയും നമ്മുടെ JCA എന്ന് പറയുന്ന അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി അവൈലബിൾ ആണ്. ഇതിൽ 85%ഉം ഡൽഹി റീജിയനിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി 15% റെസ്റ്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 15% എന്ന് പറയുമ്പോൾ നമ്മൾ അതിലുള്ള ബാക്കി കുറച്ച് ക്രൈറ്റീരിയ റിസർവേഷൻസ് ഒക്കെ മാറ്റി നിർത്തിയാലും 1000-ഓളം സീറ്റുകൾ ഔട്ട്സൈഡ് ഡൽഹി സ്റ്റുഡൻസിന് വേണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്നതല്ല, ബട്ട് സ്റ്റിൽ നല്ല വർത്തായിട്ടുള്ള പ്രീമിയർ സ്ഥാപനങ്ങൾ തന്നെയാണ്. സോ JEE മെയിൻ്റെ റാങ്കും ജോസയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റാങ്കിലുള്ള നിലവാരത്തിലുള്ള NITകളിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ കൂടെ പറയുന്നു. ഫസ്റ്റ് റൗണ്ട് ജൂൺ 23-നാണ് രജിസ്ട്രേഷൻ്റെ ഡെഡ് ലൈൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ജൂൺ 23-നുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് വരുന്നത് 27-നാണ്. സെക്കൻഡ് റൗണ്ട് ജൂലൈ 6-ന്, തേർഡ് റൗണ്ട് ജൂലൈ 12-ന്, ഫോർത്ത് റൗണ്ട് ഉണ്ട്, ഫിഫ്ത്ത് റൗണ്ട് ജൂലൈ 23-നോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സ് വഴിയുള്ള അഡ്മിഷൻ എൻഡ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക, ബ്രോഷറിലൂടെ കടന്നു പോവുക. അതുപോലെ തന്നെ FAQs ഉണ്ട്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. നിങ്ങൾ ഇതിൻ്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന +2-ലെ മിനിമം മാർക്കും അതുപോലെ തന്നെ JEE മെയിനിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് റാങ്ക് ഒക്കെ ഓക്കെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക. നല്ല സ്ഥാപനം തന്നെയാണ്. കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക്